ഹേയ് മച്ചു എന്താ കൊഞ്ഞനം സൂപ്പർ കാണിക്കുന്നത്? സൂപ്പർ 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 കേട്ടോ സൂപ്പർ കേട്ടോ സൂപ്പർ സൂപ്പർ കേട്ടോ സൂപ്പർ കേട്ടോ കിടില സൂപ്പർ സൂപ്പർ. പിന്നെ കീച്ചൻ സാധനം കീച്ചൻ സാധനം കീച്ചൻ സാധനം എന്തെല്ലാം പറയുന്നത്? നല്ല சிரமான சிறப்பா இருக்கு. உங்கெல்லாம் பேர் தெரிஞ்சுக்கலாமா? പേരല്ലേ ചോദിച്ചേ? കണ്ടുകേർത്തൊക്കെ നമ്മള് എന്തിനു പോയാടാ? ഓ കണ്ടിയാ കണ്ടി കണ്ടി നീ പുറത്തിറങ്ങി കണ്ടി തിരിച്ചരാ നമ്മളെ. കണ്ട കണ്ടി 4 കണ്ടി തരാം. നല്ല കണ്ടി ഷെയർ ഇട്ട് 4 കണ്ടി പേര് சொல்லதுக்கு அண்டி இல்லாதவன் தெரியாமா? അടിയില്ലാത്തവനാണ് നീ. അടിയില്ലാത്തവനാണ് ഞാൻ ചെയ്യണം. ബ്രോനെ പോയ പണ്ടി മേടിച്ചേക്ക്. അടിയിലേക്ക് പണ്ടി മേടിച്ചേക്കണ കണ്ടി. வெப்பண்டி அடே இறங்கிப்படா டேய். അത് നീ മേടിച്ചു വെച്ചിട്ട് കുളത്തിലോട്ട് വെച്ചോടാ. അത് നീ മേടിച്ചതിന്റെ കുളത്തിലോട്ട് വെച്ചോ. അത് നീ വെച്ചോ. അത് നീ എടുത്ത് കുത്തി കയറ്റി നിന്റെ കുത്തി കയറ്റി എടുത്ത് വെച്ചോ. നീ എടുത്ത് വെച്ചോ. നീ എടുത്ത് വെച്ചോ. നീ വായിക്കാത്തോടെ എടുത്ത് വെച്ചോ. നീ എടുത്ത് വെച്ചോ. ഓ പിന്നെ നീ പറയുന്നത് കേൾക്കണല്ലോ. പിന്നെ നീ എടുത്തോട്ട് പോയിക്കോ. പോണ ആർക്കറിയാം? സ്വന്തം പേര് പോലും ചോദിച്ചാൽ പറയാൻ ധൈര്യമില്ലാത്തവനാ. പിന്നെന്തൊരു പറയാൻ? ഓ മാണത്തിനോടൊക്കെ മത്സരിച്ചിട്ട് എന്തൊരു കാര്യം? നിങ്ങൾക്കൊരു T47 അറിയാം. പച്ചക്കണ്ടിയാണ് എടാ. അങ്ങനെയൊന്നും പറയണ്ട. ഇത് ആരാണെന്നൊന്നും അറിയത്തൊന്നുമില്ല. ജസ്റ്റ് നോർമൽ സിറ്റുവേഷൻ അതുപോലെ കണ്ടാൽ മതി. മനസ്സിലായില്ലേ? നോർമൽ സിറ്റുവേഷൻ, ദാറ്റ്സ് ഇറ്റ്. വേറെ ഒരു സീനും ഇല്ല. അറിയത്തില്ല അറിയത്തില്ല അറിയത്തില്ല. கண்டி நிறைய பேர் வந்திருக்கு. டேய் வந்ததுக்கு அப்புறம் பாண்டியட்ட பாண்டி அச்சன்டா காட்டவராதி. എന്താ അളിയന്മാര്? നീ വന്നു കഴിഞ്ഞാൽ നീ ചൊറിയെന്ന് എനിക്ക് അറിയാലോ കരിമീനെ. എന്തുറ്റി? ബ്ലാക്ക് ലിസ്റ്റ് ഉണ്ടോന്നാ എന്താ சொல்றாங்க? അതിൽ ആരെങ്കിലും നിനക്ക് അറിയാൻ ആരെങ്കിലും ഉണ്ടോ? മാർക്കറ്റ് ആണ് അതാണ്. അറിയുന്ന ആരെങ്കിലും ആണോ അത്? അത് സ്വിക്കർ ഒസാക്കി ഫ്ലേ ഞാൻ പറഞ്ഞത് ഈ അറിയുന്നമാരായിട്ടൊന്നും പിടിക്കാൻ പോവല്ലോ. யாரது? അത് ET7 തോന്നുന്നു. T47 ஆமா. കഴിവില്ലാത്തവന്മാർ വന്നിട്ട് പാവം ചാപ്സ് സാംസങ് അവിടെ നിന്നിട്ട് ചാപ്സ് കൂടി ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നു. ഇതല്ലേ? ഓക്കെ ബാക്കി ബാക്കി എല്ലാരും ഫാൽക്കടേ ഫാൽക്ക വീരപ്പോയി. ഇവിടെ നമ്മള് ഡ്രസ് ഷോപ്പിലോട്ട് മൂവ് ചെയ്യട്ടെ. എന്നാ എന്ത് പറയണ? ഡ്രസ് ഷോപ്പിലോട്ട് മൂവ് ചെയ്യണം. അമ്മ പിറ്റിങ് സ്റ്റാർട്ട് ചെയ്തേ. ഇതെവിടെ പോയി? എന്താ വണ്ടി ഇറങ്ങാത്തോ? ഊമ്പി കേട്ടോ ഊമ്പി കേട്ടോ. ഓ ഹലോ ടിവി ഡ്രസ് ഷോപ്പ് ഒന്നും പോകരുത്. എപ്പെങ്കിലും നമ്മള് ഡ്രസ് ഷോപ്പ് മാറ്റിക്ക് പിടിക്കണം. ഈ പിങ് മറ്റേ KV അംഗസില്ല അവിടെ വണ്ടി ബഗ്ഗായി. ആ അമ്മാര് ഇറങ്ങിയെന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഇവിടെ. വണ്ടി ഗണ്ണെടുത്തുന്ന എന്തായാലും വരുമ്പോ വരും മിക്കവാറും. നിങ്ങൾ ഏതൊക്കെയാ വണ്ടി? ബെല്ലി നിങ്ങളാണോ? ബെല്ലി നമ്മളല്ല. ബെല്ലി നമ്മളല്ല. അല്ലല്ല പൊക്കത്തേറ്. ഈ പിങ് പൊക്കത്തേറ്. പുറകെ അയ്യോ ഫാൽക്ക വാ ഈ പിങ് വാ. ഞെക്കി കയറി ഞെക്കി കയറി. എന്തിനാ ഇത് നടക്കണേ? പക്ഷെ വലിയ രീതി പയ്യന്മാര് കൊണയൊന്നും അടിച്ചില്ല. ഉള്ള പയ്യന്മാരെ ഊമ്പിന്നോ എന്തോ ഊമ്പനളിയ വൺ ടാപ്പ് അല്ലായിരുന്നോ? അത് സസ് അടിയൊന്നും അല്ലടേ. പോടെയൊന്ന് സസ് അടിയായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അത്
നോക്കാം നോക്കാം. റിവെഞ്ച് ഉണ്ടാവോ? റിവെഞ്ച് എല്ലാം നോക്കാം. റിവെഞ്ച് മോഡ്. കടലിന്റെ ഇടയിലൊക്കെ എത്തി സിമ്മ് ചെയ്ത് അടിക്കണ പോലെ എന്തൊക്കെയൊക്കെ പ്രശ്നമുണ്ടാ. ഇവിടെ നമ്മൾ തന്നെ ബഗ് അടിച്ചാടാ. നമ്മൾ ഇവിടെ തന്നെ കുത്താനെന്ന് നമ്മൾ വിചാരിച്ചൊന്നുമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബഗ്ഗും ഉണ്ട്, പക്ഷെ നമ്മളിവിടെ കുത്താൻ പാടില്ലായിരുന്നു. കുത്തിയതല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ PO കാണിച്ചു തരാം. ജസ്റ്റ് ഞാൻ എൻ്റെ ഭാഗം കവറപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കണമല്ല, ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമ്മളിവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് വന്നു. നേരെ ഇവന്മാരൊരു പിറ്റ് തന്നെ കാണിച്ചു തരാം. ഇവന്മാരൊരു പിറ്റ് തരുന്നു, ഞാൻ കാണിച്ചു തരാം. പറ്റി ഇവന്മാരത് ഇതാണ് ഓപ്പോസിറ്റ് ടീം. നേരെ വരുന്നു, നേരെ പോകുന്നു. ഇവിടെ നിന്ന് വെള്ളമില്ലാട്ടാ. പക്ഷെ വെള്ളത്തിന്റെ ഒച്ച കേൾക്കുന്നുണ്ട്. കണ്ടാ നീ അടിയൊക്കെ പോയി ഗ്രൈൻഡ് ചെയ്. ഓ ഓക്കടാ. നീ കോച്ച് ചെയ്യാൻ വരില്ല അതിൻ്റെ ഇടയ്ക്ക്. കോച്ച് ചെയ്യല്ലേ, കോച്ച് ചെയ്യാൻ വരണ്ട കേട്ടോ. വീരപ്പാ എന്താ വീരപ്പാ? കാട്ടവരാതി വീരപ്പാ ഞങ്ങളവിടെ കുത്തയൊന്നുമല്ല, ഞങ്ങള് ബഗ് വീണേ അവിടെ. എടാ ഓ സീരിയസ്ലി കെട്ട വാർത്ത പറഞ്ഞ വായില വീരപ്പ സീരിയസ്ലി പറയാ. അത് നമ്മള് അവിടെ വെള്ളമൊന്നും ഇല്ലായിരുന്നു, പക്ഷെ നമ്മുടെ വണ്ടി വെള്ളത്തിൽ പോയ പോലെ അഭിനയിച്ചു കളഞ്ഞ പയ്യനങ്ങ്. നീന്തിയാടാ വന്നത്. நான் பார்க்கும் போது முன்னாடி 2 பேர் இருக்கா அடிச்சுக்கிட்டு இருக்கும்போது பின்னாடி இவனமா வந்தாடா. ஃபர்ஸ்ட் ட்ரெஸ் போட்டதாண்டா ஆளை திருச்சறிய முடியும். யாரை എന്തൊരു കഴപ്പത്. ഇപ്പൊ വന്നിടിക്കും. എന്തൊരു ഓക്കെ കല്ലോ മച്ചാനെ ഇടിക്കല്ലേ. എടാ എടാ തായോളി. അയ്യേ ഇതെന്ത് വാണോ നോക്കടാ. അമ്മയെ പെണ്ണി അവര്. അയ്യേ ബ്രോ, ഇതിലൊന്നും എനിക്ക് പറയില്ല. ഇത്രയും നേരം ഞാൻ അവരെ സപ്പോർട്ട് ചെയ്ത് തന്നെ സംസാരിച്ചേ. ഇതിലെനിക്ക് പറയില്ല. എടാ ഇതിലെനിക്കിത് പറയില്ല. ഇതിൽ ഞാൻ എന്തിനാ പറയണ്ടേ? കാണിച്ചു തരാം ഞാൻ. പയ്യന്റെ പരിപാടി കാണിച്ചു തരാം. ഒന്നുകൂടെ കണ്ടോ. ദാമുവേല അതെന്താ പരിപാടി എനിക്ക് മനസ്സിലായില്ല. അതെന്താ കഴയെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇപ്പൊ കണ്ടോ, കാണിച്ചു തരാം. ഞാൻ നേരെ റൂട്ടിൽ കൂടെ തന്നെയല്ലേ പോകുന്നേ. കണ്ടോണേ, ഇത് 11 അല്ലേ തന്തയില്ലാത്തവൻ. കണ്ടോ ഇടിച്ചേ. ഓക്കെ കണ്ടോ. ഞാൻ വിചാരിച്ചു ഇത് അവരുടെ വണ്ടിയാണ് വെച്ച് ഞാൻ ഇറങ്ങിക്കൊടുക്കാന്ന് വിചാരിച്ചാണ് കേട്ടോ. ഞാൻ അവരുടെ വണ്ടിയാണ് ഓക്കെ എന്ന് വെച്ചാൽ ഇമാരെ എടുത്തോണ്ട് പോട്ടെ എന്ന് വിചാരിച്ച് ഇറങ്ങിക്കൊടുത്ത. ഞാൻ ഒക്കെ അടുത്ത് ദൂരെ പയ്യൻ ഓടി വരുന്നു. ഇത് നക്കൾ വെച്ചിടിക്കുന്ന പയ്യൻ വന്നിട്ട് 2 ഇടി. കേട്ടാ എന്തൊരു കഴപ്പം നോക്കണേ. ഓളിയുടെ ഞാൻ എന്തിനു പറയണം നോക്കണം. മയില് മെറ്റേന്നല്ല മെറ്റയായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. മെറ്റയായിട്ടൊന്നും തോന്നിയൊന്നുമില്ല ഒന്നും വരെ. എടാ അമ്മ മെറ്റയൊന്നുമല്ലടാ. പക്ഷെ ഇപ്പൊ ഇത് കാണിച്ചത് അത് തന്തയിലേമയാണ്. അത് കാണുന്നവന് മനസ്സിലാകും. എതിരെ വെറുതെ വന്ന് കൊന്നേന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. ഇപ്പൊ വന്നിട്ട് കൊന്നേ. നേരത്തെ ഇതിന് കാര്യം ഉണ്ടായിരുന്നു, ഒരു RP റീസൺ ഉണ്ടായിരുന്നു എന്താണ് സംഭവം എന്ന്. ഇതെന്താ കഴപ്പെന്ന് എനിക്കറിയില്ല. അവിടെ ഇപ്പൊ വരും, അടുത്തടുത്ത് വരുവേ. നോക്കട്ടെ ഇപ്പൊ മെറ്റയാണോ അല്ലേ നമുക്ക് നോക്കാം. വെരി സമയമുണ്ട്. എന്തായാലും ഞാനിപ്പോഴും പറയണില്ല അമ്മര് മെറ്റയാണെന്ന് ഞാൻ പറയണില്ല. പക്ഷെ അമ്മരിപ്പോ കാണിച്ചത് തന്തയിലേമയാണ്. അത് പറയും, അതുള്ള കാര്യമാണ്. തന്തയിലേമ തന്നെയാണ്. എന്തായാലും 1 മണിക്കൂർ 45 മിനിറ്റ് ആയല്ലേ. ഫുള്ള് പ്രശ്നം. നോക്കട്ടെ. ഇപ്പൊ ഇങ്ങോട്ട് ഒരു വണ്ടി വന്നിടിക്കും. പറഞ്ഞില്ലേടാ അങ്ങ്. പറഞ്ഞില്ലേടാ. കണ്ണില്ല. പക്ഷെ ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുള്ള. നമ്മളത് ചെയ്തിട്ടില്ല, പക്ഷെ ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ട്.
ഇല്ല ഇല്ല ഞാൻ ലൈവാ എന്തോ കയ്യിലുണ്ടോ ഞാൻ ലൈവാ ആ ഇതെന്താ സംഭവം ആ വെറ്റി നോക്കട്ടെ ഇതെന്താ സംഭവം നോക്കണമല്ലോ എന്താ ഇമാര് ഉദ്ദേശിക്കണേ നോക്കട്ടെ പയ്യന്മാരെ തൊട്ട് പുറകില്ലടാ അതൊട്ട് പറയുന്നുണ്ട് നല്ല പയ്യന്മാരല്ല നല്ല പയ്യന്മാര് പിന്നെ എന്താ സംഭവം നോക്കട്ടെ എന്താന്ന് ഇമാര് ഉദ്ദേശിക്കണ എന്താണ് എനിക്ക് അതാണ് മനസ്സിലാവും ഇതെന്താ സംഭവം എനിക്ക് എടാ ക്രൗച്ച് ചെയ്യാൻ പറ്റുള്ള ചേട്ടാ ഇവിടെ അവനുണ്ടേ പുഷ് ചെയ്യുന്നുണ്ട് ആ എന്തേലും ആവട്ടെ അവന്മാരിവിടെ കുത്തിയേ മറ്റൊരു എടാ എന്ത് പിടുത്തോടമ്മയിരി ആ പിടുത്തോണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റില്ല ഇവിടെ ക്രൗച്ച് ചെയ്യാൻ പറ്റണല്ലേ ആ കീബൈൻഡ് ഒന്ന് ഇറ്റിട്ടെ ഇവന്മാര് മറ്റന്മാരല്ലേ അടിച്ചാലോ ഇവന്മാരെ വണ്ട അടുത്ത അവൻ ടൂഡിങ് അവൻ പൂഴ്ത്തിരിക്കുക പിന്നെ ഇവനൊക്കെ മറ്റേ ഊമ്പിത്തര ആർപ്പി കാണിക്കാമെങ്കിൽ എനിക്ക് കാണിച്ച എന്തോ പിന്നെ ഇവനൊക്കെ ഊമ്പിത്തരം കാണിക്കാമെങ്കിൽ പിന്നെ എനിക്ക് കാണിച്ചാലും ഒരു പ്രശ്നവും ഇല്ല ബ്രോ ഒരു കാര്യം ചോദിച്ചോട്ടെ നീയൊക്കെ എന്തിനാ വന്ന് അടിച്ചതെന്ന് പോലും അതായത് എന്തിനാ വന്ന് പിറ്റ് ചെയ്തെന്ന് പോലും അറിയത്തില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നീയൊക്കെ വെറുതെ കൊണ്ട് അവനെ കിട്ടുന്നുണ്ട് നല്ല കിട്ടുന്നുണ്ട് അവന് പുഷ് ചെയ്തടിച്ചാലോ അവനെ പുഷ് ചെയ്തടിക്കാം ഇറങ്ങിയിരിക്കുക സപ്പോർട്ട് കിട്ടിയാ കൊള്ളാം ചിട്ടി ബിൽഡിംഗ് ഉണ്ട് ഓ ആ മൂസേ ഊമ്പല്ലേ അത്രോള് സേഫ് സോൺ അല്ലേ പോട്ടാ പിന്നെ അവന്മാരെന്തോടാ കാണിച്ച പിന്നെ വെറുതെ വന്ന് പിറ്റ് ചെയ്യേണ്ട ആവശ്യം എന്തോ വെറുതെ വന്ന് പിന്നെ ഹലോ ഹലോ ഓ പറഞ്ഞോ ബ്രോ കേക്കുന്നില്ലേ ഹലോ കേക്കുന്നില്ലേ ഹലോ കേക്കുന്നില്ലേ ഹലോ ആ പറഞ്ഞോ ആ സേഫ് സോൺ ആണെന്ന് അറിയാം ബ്രോ അമ്മമാര് വന്ന് പിറ്റ് ചെയ്ത് വെറുതെ ഒക്കെ വന്ന് ഒരു ആവശ്യമില്ലാതെയൊക്കെ വന്ന് എന്താണ് അടിക്കുന്ന അല്ല ആവശ്യമില്ല അല്ല പെട്ടെന്ന് തന്നെ ആ ഇപ്പൊ അടിച്ചവർക്ക് എന്തായാലും ബാങ്ക് കാണും ഓക്കെ ആ ഗൈസ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കാണാം